ഹായ് ഗൈസ്, ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 36 ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സെറ്റപ്പിനെ കുറിച്ചാണ്. ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും PDRIs കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എൻട്രി പോയിന്റ്സ് എങ്ങനെ എടുക്കണം, അതേപോലെ MSS എന്താണ്, നമ്മുടെ ടൈമിങ്ങിനെ കിൽ സോണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മളൊരു സെറ്റപ്പ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സെറ്റപ്പ് എന്താണെന്നാണ് ഈ വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എൻട്രി പോയിന്റ്സും അതേപോലെ ടൈമും കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് മാത്രം നമുക്കൊരു സെറ്റപ്പ് ക്രിയേറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി ഒന്നിച്ച് വരും മാത്രമേ നമുക്കൊരു സെറ്റപ്പ് ക്രിയേറ്റ് ആയി. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റിൽ ഈ സംഭവം വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു സെറ്റപ്പാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായുള്ള സെറ്റപ്പാണ്. നമ്മളൊരു ടൈം ഫ്രെയിമിൻ്റെ അകത്ത് ലണ്ടൻ കിൽ സോണിലാണ് ഈ ഒരു സെറ്റപ്പ് നമ്മൾ നോക്കുന്നത്, ട്രേഡ് എടുക്കാൻ നോക്കുന്നത്. അതേപോലെ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു സെറ്റപ്പ് കിട്ടണമെന്നില്ല. അതേപോലെ തന്നെ എപ്പോഴും ടാർഗറ്റ് അടിക്കണമെന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വിന്നായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്, ഒരു സെറ്റപ്പാണ്. നിങ്ങൾക്ക് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത്, അതായത് റീസെൻ്റ് ആയിട്ട് വരുന്ന മാർക്കറ്റിൽ തന്നെ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ ട്രേഡ് വർക്കൗട്ട് ആയിട്ടുണ്ട്, വർക്കൗട്ട് ആയിട്ടില്ല എന്ന്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ട്രേഡ് നോക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് വർക്കൗട്ട് ആണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ടൈം ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിൽ സോൺ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ലണ്ടൻ കിൽ സോൺ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഡൗൺ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ ലണ്ടൻ കിൽ സോണിൻ്റെ ആ സമയം തന്നെ മാർക്ക് ചെയ്യാം. ഓക്കെ, 2 o'clock തൊട്ട്, അതായത് ഈ ഒരു ടൈം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ NY ടൈം ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഏരിയയിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം സോൺ മാറ്റാൻ പറ്റും. ഈ ഒരു ടൈം സോൺ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിയിട്ട് UTC-4 ന്യൂയോർക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈമിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ വർക്കൗട്ട് ആകുന്നത് ഈ ഒരു ടൈമിലാണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇതൊരു ടൈം ബേസ് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ്, ഒരു സെറ്റപ്പാണ്. ഓക്കെ, പ്രൈസും ടൈമുമാണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൈം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെ വർക്കൗട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ടൈം പറഞ്ഞു. ഞാൻ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈം 2 AM ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്യുന്ന ടൈം വെച്ച് കഴിഞ്ഞാൽ 5 ആണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ടൈം വിൻഡോൻ്റെ അടുക്കായിരിക്കും നമ്മൾ ട്രേഡിങ് കാര്യങ്ങൾ നോക്കുന്നുണ്ടാകുക. ഞാൻ ഇതൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, 5 AM ടോപ്പിലാക്കാം. ഓക്കെ, ടോപ്പ് കൊടുക്കാം. മുകളിൽ കണ്ടോ? ഓക്കെ, ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 2 AM. ഓക്കെ, ഇതൊന്ന് ടോപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ടൈമിലായിരിക്കും നമ്മൾ ട്രേഡിങ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇനി എന്താണ് സ്ട്രാറ്റജി നമുക്ക് നോക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. നമ്മൾ ലണ്ടൻ്റെ കിൽ സോണിൽ ഏഷ്യയുടെ ടൈം, അതായത് ഏഷ്യൻ്റെ സോൺ ഒരു കൺഫ്ലുവൻസ് ആയിട്ടാണ്, ലിക്വിഡിറ്റി ആയിട്ടാണ് നമ്മൾ ട്രേഡ് എഴുതേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കാം. അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് വന്നു വെച്ച് കഴിഞ്ഞാൽ ഏഷ്യ ഒന്ന് ഒരു കൺസോളിഡേഷൻ ആയിരിക്കണം. ഏഷ്യ ട്രെൻഡിങ് ആയിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ഏഷ്യ ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസോളിഡേഷൻ, ഓക്കെ, ഇത് ഞാനൊന്ന് മാർക്ക് ചെയ്യാം. അതിന് മുമ്പ് ഏഷ്യയുടെ ടൈം കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഏരിയയിൽ കണ്ടോ 20, ഇതാണ് ഏഷ്യ തുടങ്ങുന്ന ടൈം. ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റാം. ഓക്കെ, ഇതാണ് ഏഷ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ കുറച്ച് ഹൈയും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ആയിരുന്നു വിചാരിക്കാം. ഓക്കെ, ഏഷ്യ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഏതൊരു ടൈം വരെയായിരിക്കും ഏഷ്യ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ 22:00 ടൈമിംഗ് വരെയാണ് നമുക്ക് ഏഷ്യ ഉണ്ടാകാം. അപ്പോൾ 00 ടൈമിംഗ് ഞാനൊന്ന് ആഡ് ചെയ്യാം. കണ്ടു, ഈ പ്രൈസ് പോകുന്നതിനനുസരിച്ച് 00 ടൈമിങ്ങിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 00 ടൈമിംഗ് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏഷ്യ 22:00 ടൈമിംഗ് വരെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ സോൺ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ഹൈ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഹൈ ഞാൻ കുറച്ചുകൂടി താഴ്ത്തുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമുക്കൊരു ഹൈ ആയി വന്നിട്ടുള്ളത്. ഇത് നമുക്കൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഹൈ നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ബൈ സൈഡ് ലിക്വിഡിറ്റി കൊണ്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, അതേപോലെ ഇതിൻ്റെ താഴെ എന്താണ് ഉണ്ടാകുക, ഇതിൻ്റെ താഴെ നമ്മൾ സെൽ സ്റ്റോപ്പ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നുണ്ടാകുക. സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ടാണ് എടുക്കുന്നുണ്ടാകുക. ഏഷ്യയുടെ ഹൈയും ലോയും നമ്മളൊരു സെൽ സൈഡ് ലിക്വിഡിറ്റിയും ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കുന്നുണ്ടാകുക. നമ്മൾ ഇതിൽ കൺഫ്ലുവൻസ് ആയിട്ട് വേറൊരു കാര്യം നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടൈം ഫ്രെയിമിൽ ഒരു PDRIയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു A+ സെറ്റപ്പ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സെറ്റപ്പിൽ ഞാൻ ട്രേഡ് ചെയ്യാറില്ലാണ്. ഓക്കെ, ഇതിൽ ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. ഡെയിലി ബയാസ് പോലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഡെയിലി ബയാസ് ഇപ്പം ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു 1 hourൻ്റെ FEG ഉണ്ട് വിചാരിക്കാം. 1 hour ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, -FEG ആണ്. -FEG 1 hour. 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 1
ഓക്കെ, ഞാൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഈ സെറ്റപ്പിൻ്റെ. നമ്മളിതിൽ കൺസിഡർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയുടെ ലിക്വിഡിറ്റി നമ്മൾ കൺഫ്ലുവൻസ് ആയിട്ടാണ് എടുത്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഏഷ്യയുടെ ഹൈയും ലോയും സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ഒരു ഡ്രോൺ ലിക്വിഡിറ്റി ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടാകാം. അതേപോലെ തന്നെ നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ഏഷ്യയുടെ ഹൈ സ്വീപ്പ് ഔട്ട് കിട്ടുമ്പോൾ ട്രേഡ് എടുക്കാൻ പോകുന്നത് വെച്ചാൽ ടൈം സോൺ ഉണ്ട്. 2 മുതൽ 5 AM വരെയുള്ള ന്യൂയോർക്ക് ടൈം ബേസിലായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടാകുക. ഓക്കെ, ഒരു 3 hour വിൻഡോൻ്റെ അകത്തായിരിക്കും നമ്മൾ ട്രേഡും കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഈ 3 hour വിൻഡോയിൽ തന്നെ നമുക്ക് സിൽവർ ബുള്ളറ്റ് പോലുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോക്കൂ. വളരെ സിമ്പിളായിട്ടാണ് ഈ സ്ട്രാറ്റജി അതായത് ഈ ഒരു സെറ്റപ്പ് ബിൽഡ് ആയിട്ടുള്ളത്. നമുക്കിത് കുറച്ചും കൂടി കോൺഫിഡൻസ് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. ഇതേപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബെയറിഷ് ബയാസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം ബെയറിഷ് ആണ് ക്യാനിൽ പോകാന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയുടെ ഹൈ ഒരു സ്വീപ്പ് ഔട്ട് കിട്ടാനായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ഞാനതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഏഷ്യയുടെ ഹൈ നമുക്ക് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം ഏഷ്യയുടെ ഹൈ സ്വീപ്പ് ഔട്ട് കിട്ടുന്നു. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ സമയത്ത് ധാരാളം ഇവിടെയുള്ള ബൈ സ്റ്റോപ്സ് എല്ലാം എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെ ഉള്ള ഒരു ഹയർ ടൈം ഫ്രെയിം PDRയും ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ബ്രേക്കർ ബ്ലോക്ക് എടുക്കാം, അതേപോലെ IFEG എടുക്കാം, 1 hour FEG എടുക്കാം, 4 hour FEG എടുക്കാം. ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള PDR നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഏറ്റവും നല്ല വെച്ചാൽ ഒരു PDR യൂസ് ചെയ്യാം. PDR ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ ബേസിൽ ട്രേഡ് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് PDR ഇല്ല, ഇപ്പോൾ ഇവിടെ ടച്ച് ചെയ്തു, മാർക്കറ്റ് നേരെ വന്ന് നല്ലൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, അതായത് പ്രൈസ് ഹൈ ആയെന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബെയറിഷ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. വീണ്ടും റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡ്രോൺ ലിക്വിഡിറ്റി വരെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു MSS നമുക്ക് ഈ ഒരു PDR ഇപ്പോൾ ഈ ഒരു PDR ഈ ഒരു ഏരിയയിൽ ഇല്ലയെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് നോക്കാൻ പറ്റുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി ഹൈ പ്രോബിലിറ്റി ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു PDR ഹൈ ടൈം ഫ്രെയിം ഒരു PDR ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഹൈ പ്രോബിലിറ്റി ഉണ്ടാകുക. ക്ലിയർ? റാൻഡായിട്ട് ഇങ്ങനെ ഒരു MSS എടുക്കുന്നതിന് പകരം ഒരു PDRയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കോൺഫിഡൻസ് ആണ്, ഒരു A+ സെറ്റപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു PDR ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു MSSന്റെ ബേസിൽ അതേപോലെ പവർ ഓഫ് 3 കോൺസെപ്റ്റിന്റെ ബേസിൽ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഏഷ്യയുടെ ഹൈ ആൻഡ് ലോ സ്വീപ്പ് ഔട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ഡെയിലി ബയാസും കൂടി ആഡ് ചെയ്യലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, എന്താണ് ഡെയിലി ബയാസ് എന്നുള്ള വീഡിയോസ് എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് വാച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഡെയിലി ബയാസ് എന്ന് വെച്ചാൽ എൻ്റെ ആ ദിവസത്തെ ഡെയിലി ബയാസ് ഡൗൺ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കോൺഫിഡൻസും കൂടി ഇവിടെ നോക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെ? ഓപ്പണിങ് അല്ലേ? ഓപ്പണിംഗ് വെച്ചാൽ 0-0 ടൈമിംഗ് ആയിരിക്കും നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാകുക. ട്രൂ ഡേ ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ മുകളിലോട്ടേക്ക് മാർക്കറ്റ് പോയിട്ട് മാനിപ്പുലേഷൻ തരുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു MSS കിട്ടുന്നു. പ്രൈസ് വീണ്ടും ഹൈ ക്രിയേറ്റ് ആകുന്ന സമയത്ത് നമുക്കൊരു ഓർഡർ ബ്ലോക്കുന്നോ FEG ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ FEG എൻട്രി എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ഉണ്ടാകുക. ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിൽ FEG ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു MSS അവോയ്ഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അതൊരു പോയിന്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുക. ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്ന ലെഗ് എന്തായാലും FEGs ഉണ്ടാകണം. ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു സ്ട്രിംഗ് ലോ ബ്രേക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ FEG ഇല്ലാതെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എൻട്രി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് വെച്ചാൽ നെക്സ്റ്റ് ഡ്രോൺ ലിക്വിഡിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഏഷ്യയുടെ ലോ എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഫർദർ ആയിട്ടുള്ള ഡൗൺ സൈഡ് നിങ്ങൾക്ക് വേറെ ടാർഗറ്റ് ഏരിയാസും കാര്യങ്ങളും നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റപ്പ് ഉള്ളത്. ഏഷ്യയുടെ ഹൈ ആൻഡ് ലോ സ്വീപ്പ് ഔട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നോക്കുന്നു. ഇതിൽ നമ്മൾ കോൺഫ്ലുവൻസ് ആയിട്ട് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ബയാസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി ബയാസ് ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണിന് ശേഷം അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു MSSന് ശേഷം ഡൗൺ സൈഡിലേക്കായിരിക്കും എൻട്രി നോക്കുന്നുണ്ടാവുക. ക്ലിയർ? അപ്പോൾ നമ്മൾ ടൈം എൻട്രി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് 2 മുതൽ 5 വരെയുള്ള ടൈമിലാണ്. ഓക്കെ, ഈ ഒരു ടൈമിൻ്റെ അകത്താണ് നമുക്ക് സിൽവർ ബുള്ളറ്റ് എല്ലാം വരുന്നത്. എപ്പോഴും ഒരു ഡേയുടെ ലോയോ ഹൈയോ ക്രിയേറ്റ് ആകുന്നത് ഒരു ലണ്ടൻ ടൈമിലായിരിക്കും. ഓക്കെ, മിക്കവാറും ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ദിവസത്തിൻ്റെ ലോയും ഹൈയോ ക്രിയേറ്റ് ആകുന്നത് ലണ്ടൻ്റെ സമയത്തായിരിക്കും. അതേപോലെ ആ ഒരു ടൈമും കൂടി നിങ്ങൾ ശ്രദ്ധിക്കലാണെന്നുണ്ടെങ്കിൽ 3 o'clock സമയത്തായിരിക്കും മാർക്കറ്റിൽ റിവേഴ്സലും കാര്യങ്ങളും വരുന്നുണ്ടാകാം. നമ്മൾ സിൽവർ ബുള്ളറ്റ് സ്റ്റാർട്ട് ആകുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. സിൽവർ ബുള്ളറ്റ് സ്റ്റാർട്ട് ആകുന്നത് 3 AM മുതൽ 4 AM വരെയുള്ള ഈ ഒരു വിൻഡോ ടൈമിലായിരിക്കും സിൽവർ ബുള്ളറ്റ് സ്റ്റാർട്ട് ആകുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ റിവേഴ്സലും വരുന്നുണ്ടാകുക ഈ ഒരു ടൈമിലായിരിക്കും. നമുക്ക് നല്ലൊരു ഷിഫ്റ്റോ അതേപോലെ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആകുന്നൊരു പ്രോബിലിറ്റി എല്ലാം കാണിക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം വിൻഡോൻ്റെ അകത്ത് 2 മുതൽ 5 വരെയുള്ള ഈ ഒരു ടൈം വിൻഡോൻ്റെ അകത്ത് നമുക്ക് നല്ലൊരു സെറ്റപ്പ്, ഈ ഒരു രീതിയിലുള്ള സെറ്റപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് പോയിട്ട് ഈ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി വർക്ക് ആകുന്നുണ്ടോ നോക്കാം. അതേപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിൻ്റെ ബൈ സൈഡ് വരുന്നുണ്ട്. ഞാൻ ബൈ സൈഡും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഓപ്പണിംഗ് ഇവിടെ തന്നെ വെച്ചോട്ടെ. അതിന് ശേഷം പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട് വിചാരിക്കാം. നമ്മൾ എക്സ്പെക്ടേഷൻ വെച്ചാൽ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഷ്യയുടെ ലോ നമ്മൾ സ്വീപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏഷ്യയുടെ ലോ സ്വീപ്പ് ചെയ്തു. അതേപോലെ ഓപ്പണിങ്ങിന് താഴെയാണ് വരുന്നത്. അതായത് ഒരു ക്യാൻഡിൽ ഫോർമേഷൻ പവർ ഓഫ് 3 നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നു. അതിനുശേഷം നമുക്ക് എന്താ വേണ്ടത്, നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ FEG നമുക്ക് എൻട്രി ചെയ്യാം. നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ലിക്വിഡിറ്റി ഏരിയ വരെ നമുക്ക് എയിം ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് നെക്സ്റ്റ് അപ്സൈഡിലുള്ള PDRSO അടുത്ത ലിക്വിഡിറ്റി വരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ടേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് നോക്കേണ്ടതുണ്ടാകുക. നമ്മുടെ ഡെയിലി ബയാസും അതേപോലെ തന്നെ ഈ ഒരു സെറ്റപ്പും കൂടി നിങ്ങൾ മെർജ് ചെയ്ത് നോക്കലാണെന്നുണ്ടെങ്കിൽ ഹൈ പ്രോബിലിറ്റി ഉള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും. ഓക്കെ, അതേപോലെ നിങ്ങൾ റാൻഡായിട്ട് ഈ ഒരു MSS എൻട്രി ചെയ്യുന്നതിന് പകരം ഹൈ ടൈം ഫ്രെയിമിൽ ഒരു കൺഫ്ലുവൻസ് ആയിട്ട് FEGയോ IFEGയോ അതേപോലെ ഓർഡർ ബ്ലോക്കോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു MSS കിട്ടിയാലും നമുക്ക് പവർ ഓഫ് 3ന്റെ ബേസിൽ എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പക്ഷേ ഹൈ ടൈം ഫ്രെയിമിൽ ഒരു കൺഫ്ലുവൻസും കൂടി ഉണ്ടെങ്കിലാണ് നമുക്കൊരു A+ സെറ്റപ്പ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുക. ഓക്കെ, നമുക്ക് മാർക്കറ്റിലേക്ക് പോയിട്ട് ഈ ഒരു സെറ്റപ്പ് വർക്ക് ആകുന്നുണ്ടല്ലോ നമുക്ക് ഈ ഒരു വീക്കിൻ്റെ, അതായത് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സെറ്റപ്പ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അതേപോലെ ഈ ഒരു സെറ്റപ്പ് എല്ലാ ദിവസവും ഫോം ചെയ്യണമെന്നില്ല പക്കയായിട്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫോർമേഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുമില്ല. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാകുക. ചിലപ്പോൾ ഒരു ടേർട്ടിൽ സ്വിപ്പ് സെറ്റപ്പിലായിരിക്കും വരുന്നുണ്ടാകുക. അപ്പോൾ ജസ്റ്റ് ഒരു മോഡൽ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ മാർക്കറ്റിൽ പ്ലേ ആവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ നോക്കാൻ വേണ്ടി EURUSDയുടെ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. EURUSDയിൽ ഈ ഒരു വീക്ക് നോക്കലാണെങ്കിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഫ്രൈഡേയും അതേപോലെ ഈ കഴിഞ്ഞ വീക്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ 5 മിനിറ്റ്സിലേക്ക് പോയിട്ട് നമുക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. അതേപോലെ ഈ ഒരു MSS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി കിട്ടിയതല്ല. അതേപോലെ തന്നെ ടൈമും കാര്യങ്ങളിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ 5 o'clock ശേഷമാണ് നമുക്ക് ഈ ഒരു MSSും കാര്യങ്ങളും കിട്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എൻട്രീസ് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് 5 o'clock ശേഷമാണ് ഈ ഒരു MSSും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് അതേപോലെ ഈ ഒരു വീക്ക് ഒരു പ്രീമിയം സോണിലാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒരു എൻട്രീസോ കാര്യങ്ങളും കിട്ടിയില്ല. അതേപോലെ നമ്മൾ സെറ്റപ്പും കാര്യങ്ങളും പ്രോപ്പറായിട്ട് പ്ലേ ഔട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കഴിഞ്ഞ വീക്ക് നോക്കാം, കഴിഞ്ഞ വീക്ക് എങ്ങനെയാണ് പ്ലേ ഔട്ട് ആയിട്ടുള്ളത്. അതേപോലെ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഈ ഒരു ഏരിയയിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഏഷ്യയുടെ ഹൈ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏഷ്യയുടെ ഹൈ ഞാനൊന്ന് ടൈമും കൂടി പറഞ്ഞുതരാം. 22:00 ടൈമിംഗ് വരെയാണ് ഉള്ളത്. ഈ ഒരു ബ്ലൂ ബോക്സ് നോക്കലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയിട്ടാണ് ഉള്ളത്. ഞാനൊരു 2 o'clock സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെയാണ് ഈ ഒരു ബോക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ നോർമലി എൻട്രി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 o'clock ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ട് MSS കിട്ടുന്ന സമയത്താണ് ഞാൻ എൻട്രി ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഏഷ്യയുടെ ഹൈയും ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടി പ്രോബിലിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 o'clock ഒരു മാനിപ്പുലേഷൻ കിട്ടിയ ഒരു MSS കിട്ടുമ്പോൾ എൻട്രി ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ഹൈ ഞാൻ ബൈ സ്റ്റോപ്പായിട്ട് എടുക്കുന്നുണ്ട്. ഏഷ്യയുടെ ഹൈ ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. അതിന് ശേഷം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ലോ. അതേപോലെ ഞാൻ ഈ ഒരു ഏരിയയിൽ എൻട്രി ചെയ്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മിനിറ്റിൻ്റെ ബേസിലാണ്, അതായത് 15 മിനിറ്റ്സിൻ്റെ FEGയിലാണ് ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ ഹൈ ടൈം ഫ്രെയിമിൽ PDR ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 1 hour ടൈം ഫ്രെയിമിലേക്ക് പോവാം. 1 hour ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയ നോക്കണ്ട, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. 1 hourൻ്റെ കൺഫ്ലുവൻസ് ആയിട്ട് ഞാൻ ഒരു പേഴ്സണലി ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു IFEG ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ഇൻവേർഷൻ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഇൻവേർഷൻ ആയി ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു പുഷ് വന്നു. അതിനുശേഷം പ്രൈസ് ഈ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്യാതെ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ടായി, ഇൻവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു വീക്ക് ആ ഒരു ദിവസം ഈ ഒരു പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോകുന്നതാണ്. പക്ഷേ ഈ ഒരു ന്യൂസിൻ്റെ പ്ലേ ഔട്ടിൽ അപ്പ് സൈഡിലേക്ക് പോകാണ് ചെയ്തിട്ടുണ്ടായത്. ഞാൻ ഡെയിലി ബയേഴ്സ് എൻ്റെ ബെയറിഷ് ആയിരുന്നു, പക്ഷേ ഓപ്പോസിറ്റാണ് പോയിട്ടുണ്ടായത്. പക്ഷേ എന്നാലും നമ്മളൊരു പ്രോഫിറ്റിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ദിവസം. അതിന് IFEG എന്ന് ഞാൻ മാർക്ക് ചെയ്യാം. IFEG ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിന് ശേഷം ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെയുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ 5 മിനിറ്റ്സിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അതേപോലെ OTA ബേസിൽ ഞാൻ എൻട്രി ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ നോർമലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്ക് ഈ ഒരു ഏരിയയിൽ നിന്നാണ് എൻട്രി ചെയ്യാറുള്ളത്. കൂടുതൽ ഞാൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നാണ് എൻട്രി ചെയ്യാറുള്ളത്. ഓക്കെ,
ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് എൻ്റർ ചെയ്തു. അതിൽ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈ ആണ്. ടാർഗറ്റ് നമുക്ക് 1:2 എന്നുള്ള രീതിയിൽ നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നോർമലി നിങ്ങൾ ഈ ഒരു ഏഷ്യയുടെ ഹൈ എടുത്ത് ഒരു ലണ്ടൻ്റെ ടൈം ഈ ഒരു 2 to 5, അതായത് ഈ ഒരു 2 മുതൽ 5 വരെയുള്ള ടൈമിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രേഡ് എടുക്കുന്ന സമയവും അതേപോലെ തന്നെ ടാർഗറ്റ് നോക്കലാണെന്നുണ്ടെങ്കിൽ ന്യൂ ഇയർക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിലും ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റിവേഴ്സലായിരിക്കും ന്യൂ ഇയർക്ക് കിട്ടുന്നുണ്ടാകുക. കണ്ടിന്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ ടാർഗറ്റും കാര്യങ്ങളും കിട്ടും. ഇതേപോലുള്ള റിവേഴ്സലാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 8:30 സമയത്തുള്ള നോർമലി ന്യൂസ് വരാനുള്ള ടൈമാണ്. ഓക്കെ, ഒരു റിവേഴ്സൽസും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് നിങ്ങൾക്ക് ഒരു 1:2 എന്നുള്ള രീതിയിൽ നോക്കുന്നതായിരിക്കും ഒരു 5 മിനിറ്റ്സിൻ്റെ ബേസിൽ കുറച്ചും കൂടി നല്ല ഉണ്ടാകുക. കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് എൻട്രീസും കാര്യങ്ങൾ, അതായത് ഒരു സ്നൈപ്പർ എൻട്രി പോലുള്ള നോക്കലാണെന്നുണ്ടെങ്കിൽ എൻട്രീസും കാര്യങ്ങളും മിസ്സാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം, ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് ട്രേഡ് എടുക്കാം, ഒരു 1:2 എന്നുള്ള രീതിയിൽ നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രേഡ് ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. ഈ ഒരു 1 hourൻ്റെ ടൈം ഫ്രെയിം എടുക്കാം. നമുക്ക് ആദ്യം നമുക്ക് നോക്കേണ്ട PDR ഉണ്ടോ നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഒരു റിജക്ഷനാണ്. ഓക്കെ, ഞാൻ ഒരു 5 മിനിറ്റ്സിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. ഒരു IFEG ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ, പ്രൈസിൻ്റെ ഏഷ്യയുടെ ഈ ഒരു ബ്ലൂ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് ഏഷ്യയുടെ സോൺ വരുന്നുണ്ടാകുക. ഈ ഒരു ക്ലോസ് വെച്ചാൽ 2 o'clock ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ എൻ്റെ ഒരു സെറ്റപ്പിൽ ഞാൻ ബേസിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഏഷ്യയുടെ ഹൈ നോക്കലാണെങ്കിൽ ഈ ഒരു ഹൈ ഇവിടെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ഓൾഡ് ഹൈ ഉണ്ട്. ഞാൻ ഈ ഒരു ഓൾഡ് ഹൈ ഞാൻ ബൈ സ്റ്റോപ്പ് ആയിട്ട് എടുക്കുന്നുണ്ട്, ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കുന്നുണ്ട്. ഇതൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. അതിനുശേഷം നമുക്കിവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് MSS ആയിട്ട് എടുക്കാം, ഞാനിത് MSS ആയിട്ട് എടുക്കുന്നുണ്ട്. നമുക്കിവിടെ പ്രോപ്പറായിട്ട് ഒരു MSS കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 50% ഏരിയ എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നല്ല എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു FEG ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രീസും കാര്യങ്ങളും നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ നോക്കാം. ടാർഗറ്റ് ഒരു 1:2 എന്നുള്ള രീതിയിൽ നോക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു ലോ വരെ നോക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും നല്ല വെച്ചാൽ ഒരു 1:2 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ഒന്നുകിൽ പാർഷ്യൽ ബുക്ക് ചെയ്യാം, അതിനുശേഷം നിങ്ങളുടെ ടാർഗറ്റ് ബ്രേക്ക് ചെയ്യാൻ വെക്കുക, വീണ്ടും ട്രെയിൽ ചെയ്യുന്ന രീതിയിൽ നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് നോക്കലാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്കതിന് ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് PDR കാര്യങ്ങളുണ്ടോ നോക്കാം. ഈ ഒരു ദിവസമാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് PDR ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലേ, ഇവിടെ ഇത് നമുക്കൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഈ ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡിൽ അതിന് ശേഷം ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഇത് നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് ഓൾറെഡി മിറ്റിഗേറ്റർ ആണ്. റീക്ലെയിം എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇതൊരു പ്ലസ് ഓബിയാണ്, അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ഓൾറെഡി നമ്മളൊരു പ്രീമിയത്തിലാണ് നോക്കുന്നത്. കുറച്ചും കൂടി കാര്യങ്ങൾ കൺഫിഡൻസ് ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഈ സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ 1 hourൻ്റെ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യാതെ ആയിരുന്നു ഈ ഒരു ഏരിയയിൽ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന എൻട്രി ആണ്. നമുക്കൊരു ഹയർ ടൈമിന് PDR ഉണ്ട്. PDR ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ PDR ഉണ്ട്, അത് കിട്ടാതെയാണ്. നമുക്കിപ്പോൾ ഈ ഒരു ഏരിയയിൽ എൻട്രി നോക്കുന്നതോട് കുഴപ്പമില്ല, നല്ലൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എൻട്രീസ് നോക്കാം, പക്ഷേ സ്റ്റോപ്പ് ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് വീണ്ടും ഇവിടെ ഒരു MSS എന്നുള്ള രീതിയിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ടുള്ളൊരു MSS ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്താ പറയുക, നമുക്കിതൊരു ഒരു ചോപ്പിയാളുള്ളൊരു മൊമെൻ്റ് ആണ്. അതായത് ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം നോക്കുന്ന ഒരു കൺസോളിഡേഷൻ, അതിനുശേഷം നമുക്ക് ന്യൂ ഇയർക്കിൻ്റെ ടൈം നല്ല രീതിയിലൊരു ചോപ്പിയായിട്ട് പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ ഈ ഒരു ദിവസം നോക്കലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഏഷ്യയുടെ ലോ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിയാണ്. ഏഷ്യയുടെ ലോ എടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കാം.
അപ്പോൾ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു CP കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു 1 hour FEGയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പ്രീമിയത്തിലാണ് എൻട്രി എടുക്കുന്നത്. അതും കൂടി ഒന്ന് മാനിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു +FEG ആയിട്ട് എടുക്കാം. ഓക്കെ, 5 minutesലേക്ക് പോവാം. ഓക്കെ, 5 minutesൽ നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു SMT ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാനലിൻ്റെ ഇവിടെയുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടോ, ഈ ഒരു സിംഗിൾ ക്യാനൽ ഓർഡർ ബ്ലോക്കിൻ്റെ ബേസിലാണ് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായത്. ഞാൻ ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്തു, ഈ ഒരു ഹൈയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാതെയും എൻട്രി നോക്കാൻ പറ്റുമായിരുന്നു. ഞാൻ വേറെ ട്രേഡോ കാര്യങ്ങളോ അതിന് ശേഷം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നമുക്ക് അതിന് ശേഷം ഒരു MSS ആയിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് ലേറ്റ് എൻട്രി ആണ് അതിന് ശേഷം വരുന്നുണ്ടാകാം. കണ്ടോ, ഈ ഒരു MSS കിട്ടി, കുറച്ച് ലേറ്റ് ആയിട്ടുള്ള എൻട്രിയാണ്. പക്ഷെ പ്രോപ്പറായുള്ള എൻട്രിയാണ്. നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് ടച്ച് ആയിട്ടുണ്ട് അല്ലേ. ഈ ഒരു FEGയുടെ സെൻറ്റർ പോയിന്റ് വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു സിംഗിൾ O വെക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ നല്ല രീതിയിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അതേപോലെ 1:2 എന്നുള്ള രീതിയിൽ ടാർഗറ്റ് നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെ നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. നമുക്ക് ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഏഷ്യയുടെ ലോ എടുക്കുന്നു. അതേപോലെ എൻ്റെ ഡെയിലി ബയാസ് എല്ലാം ബുള്ളിഷ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രീമിയം ഏരിയയിൽ നിന്ന് എൻട്രി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തൊരു മൂവ് ആയിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ദിവസത്തെ ആ ഒരു വീക്കിലെ പ്ലേ എന്ന് വെച്ചാൽ എല്ലാം ഒരു ബൈ പോയിട്ടുള്ളത്, ഒരു പ്രീമിയം ഏരിയ ആയതും ബൈ പോയിട്ടുള്ളത്. അങ്ങനത്തെ കുറച്ച് കൺഫ്ലുവൻസും കാര്യങ്ങളും ആഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, പ്യൂർലി നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് നോക്കാതെ കുറച്ചും കൂടി കൺഫ്ലുവൻസ് ആഡ് ചെയ്തിട്ട് എടുക്കലാണെങ്കിൽ, അതായത് ഡെയിലി ബയാസ്, പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്, ഈ കാര്യങ്ങൾ നോക്കി എടുക്കലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അതേപോലെ ഈ ഒരു ദിവസം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഏഷ്യയുടെ ഹൈ ഓൾറെഡി ഒരു സീപ്പായിട്ട്, ഇതൊരു നമുക്കൊരു സീപ്പായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്കൊരു MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. നമുക്ക് എൻട്രി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്നുള്ള രീതി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു സെൻറ്ററിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ടൈം നോക്കലാണെന്നുണ്ടെങ്കിൽ 5-ന് ശേഷം നമുക്ക് NY ടൈമാണ് എൻട്രി കിട്ടിയത്. നമുക്ക് ഈ ഒരു എൻട്രി ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏഷ്യ നല്ലൊരു ട്രെൻഡിങ് ആണ്. ഇങ്ങനെ ട്രെൻഡിങ് ആയുള്ള ദിവസങ്ങൾ നമുക്ക് ഷിഫ്റ്റ് കിട്ടിയാലും ഈ ഒരു സെറ്റപ്പ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നല്ലൊരു MSS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നിങ്ങൾ ഡെയിലി ബയാസ് ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏഷ്യ ലണ്ടൻ ഒരു ചോപ്പ് ചെയ്യാനും അതിനുശേഷം NY വീണ്ടും കണ്ടിന്യൂഷൻ ചെയ്യാനായിരിക്കും പ്രോബിലിറ്റി ഉണ്ടാകുക. എല്ലാ ദിവസവും നമ്മുടെ സെറ്റപ്പ് വർക്കൗട്ട് ആണെന്നില്ല. ഇതേപോലെ SL വരും, TPയും വരും. ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു സെറ്റപ്പ് വർക്കൗട്ട് ആണെന്നുണ്ടാകുക. നിങ്ങൾ കൺഫ്ലുവൻസ് ആയിട്ട് മെയിനായിട്ട് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടൈം ഫ്രെയിമിൽ ഒരു PDR വേണം. ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഏഷ്യൻ്റെ ഹൈ ഓർ ലോ CP ചെയ്യണം. ഹൈ ഓർ ലോ CP ചെയ്യണം. സെക്കൻഡ് നിങ്ങൾക്ക് കൺഫ്ലുവൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ബയാസ് നിങ്ങൾ ആഡ് ചെയ്യണം. ഡെയിലി ബയാസും കൂടി ഇതിൽ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ കുറച്ചും കൂടി കൺഫ്ലുവൻസ് ആയിട്ട് നിങ്ങൾ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം കൂടി നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു MSS വേണം. അതിനുശേഷം എൻട്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് FEG അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു MSS FEGയും കിട്ടിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു PDR എന്നും കൂടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൺഫ്ലുവൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, മെയിനായിട്ട് നോക്കട്ടെ ഏഷ്യയുടെ ഹൈ ആൻഡ് ലോ CP കിട്ടണം. അതേപോലെ ഡെയിലി ബയാസ്, അതേപോലെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം റേ നോക്കണം. അതിനുശേഷം MSS വേണം. അതിനുശേഷം എൻട്രി ചെയ്യാൻ വേണ്ടി ഫെയർ വാല്യൂ ഇപ്പോൾ നോക്കണം. അത് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ MSS യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു MSS വന്നിട്ടുള്ള ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. അതേപോലെ ഹയർ ടൈം ഫ്രെയിമിലെ PDR, ഹയർ ടൈം ഫ്രെയിം യൂസ് ചെയ്യാൻ പറ്റുന്നത് 15 minutes തൊട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടി ബെറ്റർ എന്ന് വെച്ചാൽ 1 hourൻ്റെ മുകളിലോട്ടുള്ള 1 hour, 4 hour, ഡെയിലി, വീക്കിലി ഈ ഒരു രീതിയിൽ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതുണ്ടാകും. അപ്പോൾ ഈ ഒരു ഏരിയ ടാപ്പ് ആയിട്ടാണ് റിവേഴ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സെറ്റപ്പ് വർക്ക് ആകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനൊരു സെറ്റപ്പ് പറഞ്ഞാൽ ഇത് വർക്കൗട്ട് ആണെന്ന് എനിക്ക് വർക്കൗട്ട് ആകുന്നുണ്ട്, നിങ്ങൾക്ക് വർക്കൗട്ട് ആണെന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ബാക്ക് ടെസ്റ്റ് ചെയ്ത ഡാറ്റാസും കാര്യങ്ങളും എടുത്ത് നോക്കുക. വിന്നിംഗ് റേറ്റ് എത്ര ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക.
ഓക്കെ, എന്തായാലും മാർക്കറ്റിൽ വർക്കൗട്ട് ആവുന്ന ഒരു സെറ്റപ്പാണ്. ടൈമും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി നിങ്ങൾ നോക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ടൈമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ അതും കൂടി ഞാൻ ഇതിൽ പറയാം. ടൈം നമ്മൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ NY ടൈമാണ്, അതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. NY ടൈം 5 AM to 2 AM to എത്ര വരെയാണ്, 5 AM വരെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ടൈം പീരീഡിൻ്റെ അകത്തായിരിക്കണം നിങ്ങൾ എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത്. ഇപ്പോൾ എന്തായാലും നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതിൻ്റെ ഡാറ്റാസിൻ്റെ ബേസിൽ നിങ്ങൾ റിയൽ ആയിട്ട് ട്രേഡിങ് കാര്യങ്ങൾ എടുത്ത് നോക്കുക. ഓക്കെ, ഇതൊരു വർക്കൗട്ട് ആവുന്ന സ്ട്രാറ്റജിയാണ്. നിങ്ങൾ എന്തായാലും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങളൊരു ഡാറ്റയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ഇംപ്ലിമെൻറ്റും കാര്യങ്ങളും ചെയ്ത് നോക്കുക. ഓക്കെ, എന്തായാലും ഇതൊരു ഡിസ്ക്ലൈമർ ആയിട്ട് എടുക്കുക. നിങ്ങൾ എന്തായാലും ഞാൻ ഈ ഒരു സ്ട്രാറ്റജി പറഞ്ഞു വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സെറ്റപ്പ് കണ്ടാൽ പോയിട്ട് എൻട്രി ചെയ്യാതെ നിങ്ങൾ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളും നിങ്ങളുടെ ഫോർവേഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എൻട്രീസും കാര്യങ്ങളും എടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ NYയിൽ ട്രേഡ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്, കൂടുതൽ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.